സിവിൽ സർവീസ് പരീക്ഷാ ഫലം വരുമ്പോൾ തിരുവനന്തപുരം നരുവാമൂട് വെള്ളാപ്പള്ളിയിലെ നാട്ടുകാർക്ക് വളരെയധികം സന്തോഷമാണ്. 57ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീജ അല്ലെ. എന്തായാലും അഭിനന്ദനങ്ങൾ. ആദ്യമേ ചോദിക്കാനുള്ളത്, അറിയാം അച്ഛന്റെയും അമ്മയുടെയും സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, മകളെ ഇത്രത്തോളം എത്തിച്ചു, വലിയ ഒരു റാങ്കിലേക്ക് എത്തുന്നു. എങ്ങനെ തോന്നുന്നു? ഈ ഒരു നിമിഷം എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നല്ലതായിട്ടൊന്ന് ഞെട്ടി, എന്റെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് പോയി. അപ്പം അച്ഛനും അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞ, മോളെ നിനക്കുള്ളത് തന്നെയാണ് ഈ റാങ്ക്, നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നീ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലം നിനക്ക് കിട്ടി. രണ്ടുപേരും എന്നെ ചേർത്ത് പിടിച്ച്. എന്റെ മെന്റേഴ്സും ഫോർച്യൂൺ അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എന്റെ മെന്റേഴ്സും എന്നെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ഫോണിൽ നിന്ന് തുരുതുരാ വിളിയായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാളേറെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇതൊരു കൂട്ടായ ശ്രമമായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മയുടെയും കഷ്ടപ്പാട്, പിന്നെ എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് ഈ റാങ്ക്. എത്രാമത്തെ തവണയാണ്? ആദ്യ തവണ തന്നെ വിജയം നേടാനായോ? ആദ്യം ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. ഞാൻ 2024 മെയിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. 2025 എക്സാം ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ് ഈ റാങ്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഈ എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? എന്തായാലും പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്റെ പ്രിപ്പറേഷൻ ഫുള്ള് ഫോർച്യൂണിലായിരുന്നു. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. അപ്പം ഞാൻ ഫോർച്യൂണിന്റെ തന്നെ ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂളാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പം ഡെയിലി പ്ലാനർ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട്, എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ഡെയിലി പ്ലാനറിൽ ഉള്ള സംഭവം അന്ന് തന്നെ പഠിച്ചിട്ട് കിടക്കുക എന്നുള്ളത്. ഇപ്പം ഇൻ കേസ് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഐദർ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ അത് പഠിക്കും. അപ്പം സൺഡേ എക്സാമിന് പോകുന്നതിന് മുന്നേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ എന്റെ കയ്യിലുള്ള കണ്ടിന് ഞാൻ തീർത്തുന്ന്. പിന്നെ ഓവർ ദ ടൈം മെന്റേഴ്സ് കുറെ സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം എന്റെ വർക്കിൽ കൊണ്ടുവരാനും എന്റെ എക്സാം അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും എഴുതുന്ന രീതിയിലും കൊണ്ടുവരാൻ ഞാൻ ഒത്തിരി എഫർട്ട് എടുത്തിരുന്നു. അപ്പം ഓവർ ദ ടൈം ഈ പടിപടിയായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും പിന്നെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനവും നല്ല മെന്റേഴ്സും മോട്ടിവേഷൻ തന്നെയാണ് ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു റാങ്ക് കിട്ടിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എവിടെയാണ് പഠിച്ചത്? അതൊക്കെ ആയിരിക്കും എല്ലാവർക്കും കേൾക്കാനുള്ള ഒരു ആഗ്രഹം. ഞാൻ ആദ്യം ലിറ്റിൽ ഫ്ലോർ കോൺവെന്റിലാണ് എന്റെ കുട്ടിക്കാലം ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ 7 to 10th ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമുടിലാണ് പഠിച്ചത്. പിന്നെ +1 and +2 പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പിന്നെ BA and MA പൊളിറ്റിക്കൽ സയൻസ് ഫ്രം മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ചെന്നൈ. അതിനുശേഷം മെയ് 2024 ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്തത്. എന്തായാലും ശ്രീജയുടെ ഈ ഒരു വിജയം, അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും അമ്മയാണ്. കാരണം സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, മകളെ ഇത്രയധികം പഠിപ്പിച്ച് വലിയൊരു വിജയത്തിലേക്ക്, അത് രാജ്യത്തിന് തന്നെ അഭിമാനമായ ഒരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അമ്മ നമ്മളോടൊപ്പമുണ്ട്. അമ്മ, മകളുടെ ഈ വിജയത്തിൽ എത്രമാത്രം സന്തോഷമുണ്ട്? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സന്തോഷമുണ്ട്. അവളെ അധ്വാനത്തിന്റെ ഫലം ദൈവമൊക്കെ കൊടുത്തു. ഇത്രേ ഉള്ളു. പഠിക്കാൻ മിടുക്കിയായിരുന്നു. പഠിപ്പിക്കാൻ നിങ്ങളും മിടുക്കരായിരുന്നു. ഞാൻ പഠിപ്പിച്ചു. ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഞാനും PG കഴിഞ്ഞു കാണും. അപ്പൊ എന്ത് ചെയ്യുന്നു? വെറുതെ വീട്ടിൽ തന്നെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ കഴിയണം. വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. അച്ഛനാണ് ശ്രീജയുമായി സ്കൂളിലൊക്കെ പോകുന്നതും മറ്റ് പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നതും അല്ലേ? അച്ഛനും പോകും. അച്ഛന് പറ്റാത്ത നിമിഷങ്ങളിൽ ഞാൻ പോകും. എന്തായാലും അച്ഛൻ കൂടിയുണ്ട്. അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ശ്രീജയെ ഇത്രമേൽ എത്തിച്ചത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ പറഞ്ഞത്. അച്ഛനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ മകളുടെ ഈ ഒരു വിജയത്തെ ഇപ്പോൾ ഈ നിമിഷത്തിൽ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. അവൾ ഹാർഡ് വർക്ക് ചെയ്താണ്. വെളുക്കുന്നേരെ ഇരുന്ന് പഠിക്കും. നമ്മൾ കിടന്ന് ഉറങ്ങിയാലും വെളുക്കുന്നേരെ ഇരുന്ന് പഠിക്കും. അങ്ങനെ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ കൂലിപ്പണിയാണ്. സൈക്കിളിൽ തന്നെ പോണത്. എല്ലാ സിറ്റിക്കകത്ത് കംപ്ലീറ്റ് സൈക്കിളിൽ തന്നെ പോകണം. സിറ്റിക്കകത്ത് ആറ്റിങ്ങിൽ എല്ലായിടും പോയിട്ട് വരും. ഇന്നും നെട്ടയത്ത് പോകണമായിരുന്നു. ഇന്ന് റിസൾട്ട് വരുമെന്ന്, ഇന്നലെ പണിക്ക് ഇന്നപ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് വന്നില്ല. ഇന്ന് ഞാൻ എന്തായാലും പണിക്ക് പോകണില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു വിജയം? പ്രതീക്ഷിച്ചിരുന്നു. നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ദൈവത്തിന്റെ പ്രാർത്ഥന കാര്യമെല്ലാം ഉണ്ടായിരുന്നു. കിട്ടുമെന്ന് ഉറപ്പ്. നമ്മൾ ധൈര്യം കൊടുക്കണ്ടേ? ഈ പരീക്ഷകളെല്ലാം ഞാനാണ് കൊണ്ടാക്കും. അവിടെ ഇരുന്ന് വിളിച്ചോണ്ട് വരും. ഈ 2 പരീക്ഷയും കഴിഞ്ഞപ്പോൾ ടെൻഷനാണ് ഇറങ്ങി വന്നപ്പോൾ. അപ്പം ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്ന് നേരെ പാളയം പള്ളിയിൽ കയറ്റും. സമാധാനപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവരണം. മക്കൾക്ക് കിട്ടും. അത് തീർച്ചയായും. അപ്പോഴും ഞാൻ 2 ജോലി സമയത്തായിരുന്നു റിസൾട്ട് വന്ന്. അപ്പോൾ എന്നെ വിളിച്ച് പറയും, ഞാൻ പറഞ്ഞില്ല മക്കളെ കിട്ടിയെന്ന്. അതുപോലെ ഇപ്പോഴും കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു.
എന്തായാലും 57 റാങ്ക് ശ്രീജയാണ് വാങ്ങിച്ചത്. 1ാം റാങ്ക് അച്ഛനും വാങ്ങിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ശ്രീജ എന്തായാലും ഇതേപോലെ എല്ലാ രക്ഷാപ്രവർത്തനം വിചാരിച്ച് പിള്ളേരെ ഇതുപോലെ എത്തിക്കണം. ഈ സൈക്കിളിനെ കൂടെ വന്നെടുത്തോളും സാർ പറഞ്ഞു. എന്തായാലും അഭിനന്ദനങ്ങൾ ശ്രീജ. എന്തായാലും അച്ഛനും അമ്മയ്ക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ശരി. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.